കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. DCCകളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചുകളഞ്ഞ ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനായി ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ DCCയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും. അമിത്ഷായ്ക്കെതിരെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് അംബേദ്കറിനെ മായ്ച്ചു കളയാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നും ആണ് അംബേദ്കറിനെതിരെയുള്ള പരാമർശത്തിന് മേലെ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആക്ഷേപം കോൺഗ്രസിന് ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും BJP അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായും അംബേദ്കർ വിരുദ്ധ പരാമർശം പാർലമെന്റിൽ ഉന്നയിച്ച അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ അതോടൊപ്പം അമിത്ഷായുടെ കോലം കത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. വൈകിട്ടാണ് DCCയിൽ വൈകിട്ട് ഏതായാലും 6 മണി കഴിഞ്ഞ ശേഷമാണ്, വൈകിട്ട് 7 മണിയോടെ ആയിരിക്കാം എല്ലാ DCCയുടെ നേതൃത്വത്തിലും എല്ലാ ജില്ലകളിലും വ്യാപകമായ പ്രതിഷേധമുണ്ടാവും, കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടാവും. രാജ്യമാകെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനവും ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരാനും ഇതൊരായുധമാക്കി പ്രതിഷേധിക്കാനും തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിഷ്ണു, ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം? സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാ ജില്ലകളിലും DCCയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും പ്രതിഷേധം ശക്തമാക്കുന്നത്. അതിനായി എല്ലാ പ്രവർത്തകരെയും അണിനിരത്തും. ഏതായാലും ഒരേ സമയം തന്നെ ശക്തമായ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായുള്ള ഈ പ്രതിഷേധത്തിൽ കോലം കത്തിക്കും. അമിത്ഷായ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരും. പ്രധാനമായും പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് ഈ ഡോക്ടർ BR അംബേദ്കറിന്റെ പേര് ഉപയോഗിച്ചത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതിന് പകരം ദൈവത്തിന്റെ പേര് പറയുക, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെത്താമെന്നടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പരാമർശങ്ങളാണ് ഉന്നയിച്ചതെന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. കാരണം ഈ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിനെതിരെ ഇത്രത്തോളം ഒരു പരാമർശം ആരും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായി എന്ന് തന്നെയാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. BJP അംബേദ്കറിനെ ചരിത്രത്തിൽ നിന്ന് മാറ്റി എറിയാനുള്ള ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രതിഷേധം. ശക്തമായ പ്രതിഷേധമുണ്ടാകും, ശക്തമായ ഒരു കൂട്ടായ്മയുണ്ടാകും. അതിനുശേഷം ഏതായാലും അമിത്ഷായുടെ കോലം കത്തിക്കുന്ന കാര്യത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഏതായാലും വൈകിട്ടോടെ തന്നെ എല്ലാ DCCയുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമുണ്ടാകും. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.